ഇന്നിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ബ്രൗണിൻ്റെ സീരീസ് 7 ഷേവർ. ഇതിപ്പോൾ ഷേവിങ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എലർജിയെല്ലാം വരുന്നവർക്ക് നല്ലതാണ് ഈ ഷേവർ ഉപയോഗിക്കുന്നത്. ഇതൊരു വെറ്റ് ആൻഡ് ഡ്രൈ ഷേവറാണ്. അപ്പോൾ നമുക്ക് മുഖം നന്നാലും ഒരു ഷേവിങ് ജെൽ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഷേവിങ് ജെല്ലൊന്നും ഉപയോഗിക്കാണ്ട് വളരെ സൗകര്യത്തോടെ നമുക്ക് ഫുൾ ഫേസ് അങ്ങ് ഷേവ് ചെയ്യാം. ഷേവിങ് സ്റ്റിക്കിൻ്റെ അത്ര പ്രിസിഷൻ ഇല്ല, എന്നാലും അതിൻ്റെ അടുത്തായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഷേവർ മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷൻ വരെ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വൃത്തിയാക്കും. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തുറന്നു നോക്കാം ഇതിനുള്ള എന്തെല്ലാം ഉള്ളത്. ഇതൊരു സ്മാർട്ട് ഷേവർ. ഇതായത് ടെക്നോളജി പറയുന്നുണ്ട് ഇവരെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു ഷേവറാണ് ഈ ബ്രൗണിൻ്റെ. ഇതാണ് ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷൻ. ഇതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. ഈ ഷേവർ വെറും ഷേവറല്ല, ഇതിൻ്റെ കൂടെ ചാർജിങ് സ്റ്റേഷനും വരുന്നുണ്ട്. ചാർജും ചെയ്യും, പിന്നെ ബ്ലേഡുകളെല്ലാം വൃത്തിയാക്കുകയും ചെയ്യും. ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിപ്പോൾ തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഈ ബോക്സിനുള്ളിൽ വരുന്നത് നോക്കാം. ഇതിന് ഷേവർ ഉണ്ട്, ഒരു ചാർജിങ് സ്റ്റേഷൻ, പൗച്ച്, പിന്നെ ഒരു ബ്രഷും. അപ്പോൾ ഇതെല്ലാം ഈ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്കിപ്പോൾ തുറന്നു നോക്കാം. നേരെ മുന്നിൽ തന്നെയാണ് മാനുവൽ. ഒരു പണ്ടത്തെ സിസ്റ്റം പോലെ നല്ല കട്ടിയിലൊരു മാനുവൽ തന്നിട്ടുണ്ട്. ഇതിൽ ബേസിക് ഫങ്ഷനാലിറ്റികളുണ്ടാവും. ഇത് 80s അതേ ഫാഷനിലാണ് ഇവരിപ്പോഴും ഇത് പാക്കേജിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ലിക്വിഡ്. ഇതാണ് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഷേവർ തുടക്കുന്നത് ഈ ലിക്വിഡ്. ഒരു ലെമൺ ഫ്ലേവറാണ് വരുന്നത്. ഇതൊന്നും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. ഇത് തീർന്നതിനാൽ നമുക്ക് വേറെ വാങ്ങാൻ കിട്ടും സെപ്പറേറ്റ് ആയിട്ട്. ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷൻ്റെ കാർട്രിഡ്ജ്. ഇത് പവർ കേബിൾ. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഷേവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇത് ഷേവറിൻ്റെ കവറാണ്, കേസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷേവറും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു ബോക്സിനുള്ളിലുള്ളത്. പിന്നെ ഇതാണ് ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷൻ നമ്മൾ പുറത്തിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നേരത്തെ കണ്ട പവർ കേബിൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്താൽ, ഇത് ആ ചാർജിങ് പോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് ഓൾറെഡി ഇത് ഉപയോഗിച്ച പോലെ ഉണ്ട്. ഇതൊരു പുറത്ത് ഡിസ്പ്ലേ പീസിനെ പിടിച്ചിട്ട് തന്ന പോലെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പുതിയ തുറന്നതാണ്, പക്ഷേ ഇതിങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കുകൊണ്ട് പുതിയൊന്ന് എടുക്കും. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് ഷേവർ നോക്കാം. പൗച്ച് തുറന്ന് നോക്കാം. നല്ലൊരു ഹാർഡ് പൗച്ചാണ്, നല്ല സോളിഡ് ഫീൽ. ഇതാണ് ഷേവർ, ഇതാണ് മെയിൻ സാധനം. നല്ലൊരു ഫീലിംഗ് ആണ്. നല്ല സൈസാണ്. കൈമിൽ നല്ലോണം ഒതുങ്ങുന്നുണ്ട്. ഒരു റബ്ബർ ഗ്രിപ്പാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡിൽ ആ 2 ചാർജിങ് പോർട്ടും കാണുന്നുണ്ട്. കൈമിൽ പിടിക്കാൻ നല്ല ഒതുക്കും. ഇതാണ് നമ്മളെ ഈ സൈഡ് ബേണെല്ലാം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡാണ് ഇത്. ട്രിമ്മർ എന്ന് പറയും. ഇതാണ് മെയിൻ ബ്ലേഡ്. ഈ ഹെഡ് നമുക്ക് മാറ്റാൻ പറ്റും, ഫുള്ളായിട്ടല്ല. ബ്ലേഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പവർ ബട്ടൺ. ഇതിപ്പോൾ ചാർജൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ സെൻസിറ്റിവിറ്റി. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ബാറ്ററി ലെവൽ കാണിക്കും, എത്ര ബാറ്ററി ഉണ്ട്. പിന്നെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷേവ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ഹൈജീന് കുറയും. അപ്പോൾ നമ്മൾ മറ്റേ ക്ലീൻ സ്റ്റേഷനിൽ ഇട്ടിട്ട് ക്ലീൻ ആക്കണം. ഇത്ര തന്നെ. ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. അപ്പോൾ നന്നിട്ട് നമുക്ക് മുഖത്ത് ഷേവ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇതാണ്. ഇതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഹെഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഫ്ലെക്സിബിളാണ്. പക്ഷെ നമുക്കിത് മീശൻ്റെ അവിടെ എല്ലാം ഉറപ്പിച്ച് പിടിക്കാം. അപ്പോൾ ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ലോക്കായി. അപ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ആ മീശിൻ്റെ അവിടെയെല്ലാം ആവശ്യമുള്ള സ്ഥലത്തെല്ലാം അതിൻ്റെ ഹെഡ് നീങ്ങാണ്ട് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. പിന്നെ ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് പുറകിലേക്ക് വരും. ഇതാണ് സംഭവം. അതിൻ്റെ കാർട്രിഡ്ജ് നമുക്ക് മാറ്റാം. യൂഷ്വലി ഈ ഒരു കാർട്രിഡ്ജ്, ഈ ബ്ലേഡിനൊരു കാർട്രിഡ്ജ് ഒരു 1.5 വർഷം കൂളായിട്ട് നിൽക്കും. അതാണ് അവർ പറയുന്നത്. ഇത് കഴിക്കാനും ഇടാനും വളരെ സൗകര്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ്.
അപ്പോൾ ഇതാണ് സാധനം. ഇനി നമുക്കിത് ചാർജ് ചെയ്യാനാണ് തിരിയും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിലിപ്പോൾ നോക്കിയാൽ കാണാം 2 കാര്യങ്ങളല്ല. ഒന്ന് ബാറ്ററി, പിന്നെ ഹൈജീൻ. ബാറ്ററി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അതിൻ്റെ ബാറ്ററി ചാർജ്. അതിലിപ്പോൾ 3 സ്റ്റിക്ക് ഉണ്ട്, അത്രേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തീർന്നു. ഈ പച്ച കാലിയാണ് എംടി. സാധാരണ ഇത് ഫുള്ളാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഇപ്പോഴത്തെ സൈഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൃത്തി. അതായത് നമ്മൾ ഷേവ് ചെയ്യുന്നാൽ ഇതിൻ്റെ ഹൈജീൻ ലെവൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറഞ്ഞതിനാൽ നമ്മൾ ആ ക്ലീനിങ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ക്ലീൻ ആക്കണം. അതാണ് പരിപാടി. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 ഡോട്ട് പോകും. രണ്ടാമത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഫുള്ളും പോക്കുണ്ട് ഈ ഹൈജീൻ. മൂന്നാമത്തേൽ എന്തായാലും ഈ ഡോട്ടിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ആ മെഷീൻ്റെ ഉള്ളിൽ ഇടണമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ലൈറ്റില്ലേ, ഇത് എപ്പോഴും ഓണാണ്. ഇപ്പോൾ നമ്മളെ ബ്ലേഡ് ഓൺ തന്നെയല്ല, ഇതാണ് ഓൺ, ഇത് ഓഫ്. പക്ഷേ ഇതെപ്പോഴും കത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും ബാറ്ററി ലെവലും ഹൈജീനും മനസ്സിലാവും. അപ്പോൾ ഇതിന് ഓണാക്കാനൊന്നുമില്ല, ഇത് 24 hours ഓൺ തന്നെ. അപ്പോൾ ഇത് അത്ര കറണ്ട് എടുക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ ഒരാഴ്ചയായി ഉപയോഗിക്കുന്നത്, ഒരാഴ്ച ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും ബാറ്ററി ഇത്രയേ തീർന്നിട്ടുള്ളൂ. ഇനിയും 3 ഡോട്ട് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കുറേ നാളത്തേക്ക് നിൽക്കൂ ഒരു ചാർജിൽ. അപ്പോൾ അത് നല്ലതാണ്. ഇനി നമുക്ക് ഇത് ഹൈജീന് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷനിലിടാം. ഓക്കെ, ആ ചാർജും ചെയ്യും, അതിനെ ക്ലീനും ചെയ്യും. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷൻ. ഇതിൽ നമുക്ക് ക്ലീനും ചെയ്യാം, ചാർജും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ പവർ പോയിന്റ്സ്. ഇത് ഇവിടെ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത് മെറ്റൽ വഴി. അപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ ഇട്ടാൽ മതി, ചിരിച്ചിട്ട്. ഇത് ഇട്ട പാടെ തന്നെ ഇത് അനലൈസ് ചെയ്യും. ഇത് പറയുന്നുണ്ട് ഇതിന് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതായത് 3 ഡോട്ട് ആണെങ്കിൽ മാക്സിമം ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇടാം. ഇത് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ തുറക്കണം. അപ്പോൾ നമ്മളിങ്ങനെ തുറക്കാം. പിന്നെ അതിന് ശേഷം ഈ ബട്ടൺ അമർത്തിക്കാൻ പൊന്തി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇടേണ്ടത്. അങ്ങ് പൂട്ടിയാൽ മതി. ഓക്കെ, ആ പൂട്ടിയ പാട് അനലൈസ് ചെയ്തുകൊണ്ട് പറയൂ. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളാണ്. ഇതിൻ്റെ അർത്ഥം ഇത് ഇപ്പോൾ മാക്സിമമിലുള്ളത് ഈ ലിക്വിഡ്. അപ്പോൾ മാറ്റാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് കുറേ ക്ലീനിങ് ഇനിയും ചെയ്യാൻ പറ്റും. ഇത് പറയുന്നത് ഇതിൻ്റെ ഹൈജീൻ ലെവലാണ്. ഇത് വളരെ പോക്കാന്ന്, ഇതിന് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിപ്പോൾ ക്ലീനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആകെ ചെയ്യേണ്ടത് ബട്ടൺ അമർത്തിയാൽ മതി. ഇതിൻ്റെ മേലെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഓൾറെഡി ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്. ബാറ്ററിയാണ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാ. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ചാർജിങ് തുടങ്ങിയിട്ടുണ്ട്. ഹൈജീൻ ലെവൽ ഏറ്റവും ലോയിലുള്ളത് റെഡിൽ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബട്ടൺ അങ്ങ് അമർത്തിയാൽ മതി. ഓക്കെ, ഇത് അമർത്തിയ ബട്ടൺ ഒച്ചലുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ്. ഇതിൻ്റെ ഒച്ച ഓഫ് ആവും ഓൺ ആവും. ഇതൊരു 20 മിനിറ്റിൻ്റെ പ്രോസസ്സാണ്. ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന ഒച്ചയാണ്. പക്ഷെ ഇത് ക്ലീനിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി തന്നെ. ഇപ്പോൾ ഒച്ചയില്ലാണ്ട് കുറേ നേരം ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കളിക്കുന്നു. ഇത് ഇങ്ങനെ വിടണം നമ്മൾ. ആദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ ഇത് ഓഫാവും, ഈ നീല ലൈറ്റും കാര്യങ്ങളെല്ലാം. അതുവരെ നമ്മൾ ജസ്റ്റ് ഇത് മൈൻഡാക്കാണ്ട് ഇടുക നിന്നാൽ മതി. ഇതിപ്പോൾ ചാർജും ചെയ്യുന്നുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ചാർജും ചെയ്യുന്നുണ്ട്, ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ക്ലീൻ ആൻഡ് ചാർജ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ക്ലീനിങ്. ഇപ്പോൾ കാണാം ഇതിപ്പോൾ ടിക്കിലാണ്, അതായത് ഹൈജീൻ ലെവൽ മാക്സിമമിലാണ്. ഇപ്പം നമ്മൾ നേരെ ഈ സ്ക്രീനിന് മേലെ പോയി തന്നെ കാണാം ഹൈജീൻ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബെസ്റ്റ് ഹൈജീൻ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ബാറ്ററി ഇപ്പോഴും ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണെങ്കിൽ ഈ ബ്ലൂ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും.
അങ്ങനെ മനസ്സിലായി ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലീനിങ് ആൻഡ് ചാർജിങ് സ്റ്റേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് ഈ കാർട്രിഡ്ജിൻ്റെ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ മാക്സിമമിലല്ല, അതായത് അതിൻ്റെ ഫ്ലൂയിഡ്സ് ആവശ്യത്തിനുണ്ട്. ഇത് മീഡിയമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആവും, പിന്നെ വളരെ കുറവാണെങ്കിൽ ഇവിടെ എത്തും. അപ്പം മാറ്റാനായിരുന്നു എൻ്റെ അർത്ഥം ഇതിൻ്റെ ഫ്ലൂയിഡ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ ലെവലാണ് ഇതിൻ്റെ. അപ്പോൾ വൃത്തി കുറയുന്നവർ ഇതിങ്ങനെ താഴത്ത് പോകും. ഇതിപ്പം മാക്സിമം വൃത്തിയിലാണ് ഇപ്പോൾ ഉള്ളത്, ക്ലീൻ ആയെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഓൾ റൈറ്റ്.